ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെന്നിത്തല ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഞാൻ മത്സരിച്ചത്. അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമുള്ള വ്യക്തിയല്ലായിരുന്നു ഞാൻ. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അധ്യാപനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി, മത്സരിച്ചപ്പം UDF ഘടകകക്ഷി കേരള കോൺഗ്രസ്സിലായിരുന്നു മത്സരിച്ചത്. എല്ലാവരും പറയില്ല, കുറച്ച് ആൾക്കാർ ആ ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് പുതിയതായതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ നേരിടേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. മത്സരം കഴിഞ്ഞ് എന്നെപ്പോലെ ഒരു പുതിയതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആൾ നമ്മുടെ നാടിനും അതുപോലെ തന്നെ വളർന്നു വരുന്ന ഒരു അമ്മയും കൂടെയാണ് ഞാൻ. അപ്പം കാണാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഏകദേശം നമ്മുടെ ഭാരതത്തിലേക്ക് മോദിജിയുടെ ഭരണം വന്നതിന് ശേഷം ഞാനൊരു അഡോളസൻ്റ് ആയിരുന്ന കാലവും ഇന്നിപ്പോൾ ഒരു അഡൾട്ട്ഹുഡ് ആയിരിക്കുന്ന കാലം, ഇത്രയും ഒരു നീണ്ട കാലത്ത് ഞാൻ ആ വ്യത്യാസം കണ്ടറിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും നമ്മുടെ ഇന്ന് നമ്മുടെ നാടിന് വേണ്ടതും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും സംസ്കാരവും തനതായ സമ്പത്തും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഈ BJP പാർട്ടിയിലേക്ക് ചേർന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടു കൂടിയും തന്നെ പ്രവർത്തിക്കാൻ, എൻ്റെ പരിമിതമായ കഴിവും അറിവും വെച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ KSUവിലൂടെ പ്രവർത്തനം തുടങ്ങിയതാണ്. അതിനുശേഷം ചിറ്റൂർ കോൺസ്റ്റിറ്റ്യൂഷനിൽപ്പെട്ട പുൽപ്പള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടി സജീവമായി 40 വർഷക്കാലം പ്രവർത്തിച്ചയാളാണ്. ആ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്ന അന്നു മുതൽ ഏകദേശം 50 വർഷക്കാലം ആ പഞ്ചായത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM എന്നൊരു പാർട്ടിയാണ്. അതിൽ മനംതൊണ്ട് അതൊരു മാറ്റം വേണമെന്ന് പുൽപ്പള്ളിയിലെ സാധാരണപ്പെട്ട ആളുകളൊക്കെ കുറച്ച് കാലമായി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് മാറ്റത്തിന് വേണ്ടി, ആ ഭരണമാറ്റത്തിന് വേണ്ടി സജീവമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 2022 ശ്രീ പ്രാണേഷ് പുൽപ്പള്ളിയുടെ മണ്ഡലം പ്രസിഡന്റായി ചാർജ് എടുത്ത ശേഷം സജീവമായി പ്രവർത്തിക്കുകയും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളിയിൽ കോൺഗ്രസ് പിടിക്കും എന്നുള്ള ധാരണ എല്ലാവർക്കും CPMകാർ കൂടി സമ്മതിച്ച ആ ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനിടയിൽ ദയനീയമായ ദൗർഭാഗ്യകരമെന്നും പറയട്ടെ, നിസ്സാര വോട്ടുകൾക്ക് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു, ഭരണം നഷ്ടപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ മനസ്സിലാക്കിയത് അത് തോൽപ്പിച്ചത് CPMോ BJPയോ അല്ല, കൂടെ നിന്ന കോൺഗ്രസിലെ ചില ആളുകൾ തന്നെയാണ് മനഃപൂർവ്വം ശ്രീ പ്രാണേശം അടക്കമുള്ള ആളുകളെ തോൽപ്പിച്ചത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇനി ആ ലക്ഷ്യം നടക്കില്ല, ആ ഭരണമാറ്റം എന്ന ലക്ഷ്യം കോൺഗ്രസിനെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള ആ മുന്നേറ്റത്തിൽ ഞങ്ങൾ ഇന്നലെ വരെ തെരഞ്ഞെടുത്ത കോൺഗ്രസ് എന്ന മാർഗം മാറ്റി ഇപ്പോൾ BJP എന്ന മാർഗത്തിലൂടെ പോകാൻ, അതുകൊണ്ടാണ് ഈ മാർഗം സ്വീകരിച്ചതും BJPക്ക് വരാൻ ഉള്ള കാരണം. ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നാണ്, പക്ഷെ ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഈ മാർഗം പറ്റില്ല. അതുകൊണ്ടാണ് BJPക്ക് തിരുന്നത്. അതുപോലെ തന്നെ പ്രണേഷ് സൂചിപ്പിച്ചത് പാലക്കാട് ജില്ല കാർഷിക മേഖലയാണ്, പ്രത്യേകിച്ച് ചിറ്റൂർ. അവിടെ കർഷകർ വളരെ കാലമായി മാറി മാറി വരുന്ന ഈ MLAമാർ ആരും തന്നെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ആ കർഷകർക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇപ്പോൾ പറ്റിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള പോരാട്ടത്തിന് എല്ലാവരുടെയും പാർട്ടിയുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെയും പിന്തുണയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ്. NCPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കൂടാതെ സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ ഡയറക്ടറുമായിരുന്നു. ഇന്നു മുതൽ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് തീരുമാനിച്ചത് ദേശീയ തലത്തിൽ ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന നല്ല ഭരണത്തിൻ്റെയും കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ ആയിട്ട് നമ്മുടെ രാജീവ്ജിയെ പോലെയുള്ള സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം കേരളത്തിൽ BJPക്ക് ഉണ്ടായൊരു മാറ്റം, എനിക്കൊരു സ്പെഷ്യലായിട്ടൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ. ഞാൻ ഒരു മുൻ സൈനികനാണ്, നാവികസേനയിൽ നിന്ന് വിരമിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കൂടുതൽ സ്വീകാര്യമായി.
മറ്റ് കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിൻ്റെ വികസനത്തിനായി, നല്ലൊരു നാളേക്കായി, ഇനി മാറ്റം കൊണ്ടുവരാനായി ഞാനും BJPക്കൊപ്പം NDAക്കൊപ്പം ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ. ചിറ്റൂർ കോൺസ്റ്റിറ്റ്യുവൻസി പുൽപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. സേവാദൾ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ഇതിന് എനിക്കൊരു മാറ്റം, എൻ്റെ ഒരു മാറ്റം നാടിനൊരു നന്മയ്ക്കും അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് നല്ലൊരു പിന്തുണയും നൽകിക്കൊണ്ട് കർഷകരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ സമീപിച്ചത്. അവരിൽ നിന്ന് കിട്ടിയ ഉറപ്പ് കർഷകരെ സംരക്ഷിക്കാനും കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇക്കാലം വരെ കോൺഗ്രസിനും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ചെയ്യാൻ കഴിയാത്തത് കർഷകർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ ചെയ്യാമെന്നുള്ള ആ ഉറപ്പ്. മാത്രമല്ല, ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ അതിന് മുഖ്യ കാരണം കോൺഗ്രസിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് മാറി ചിന്തിക്കേണ്ടി വന്നത് കോൺഗ്രസിൻ്റെ ചിറ്റൂരിലെ കുടുംബാധിപത്യം. അച്ഛൻ മാറിയാൽ അനിയൻ, അനുജൻ മാറിയാൽ മകൻ, രാഷ്ട്രീയത്തിനും പ്രസ്ഥാനത്തിനും മറന്നുകൊണ്ടുള്ള ആ കുടുംബാധിപത്യത്തിന് ഞങ്ങൾക്കാർക്കും ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ അടിമയായി പിന്തുടരാനും കഴിയില്ല. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന DCC പ്രസിഡന്റ്, നിലവിൽ പാലക്കാട് ജില്ലയിൽ DCC പ്രസിഡന്റ്, ഇവരെല്ലാം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി ആത്മാർത്ഥമായ പാർട്ടി പ്രവർത്തകരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു മാതൃകയാണ് അവരിന്നും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നിലവാരമില്ലാത്തൊരു നേതൃത്വവും തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് അതിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ പുൽപ്പള്ളി മണ്ഡലത്തിലും ചിറ്റൂർ കോൺസ്റ്റിറ്റ്യുവൻസിയും പാലക്കാട് മേഖലയും കാർഷിക മേഖല ആയതുകൊണ്ട് കർഷകർക്ക് വേണ്ടി ഞാൻ ഇന്ന് BJP പ്രസ്ഥാനത്തിനെ തിരഞ്ഞെടുത്ത് എന്നും കർഷകരോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആവശ്യാനുസരണം കർഷകരെ സംരക്ഷിക്കുമെന്നുള്ള നമ്മുടെ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഉറപ്പ് ഏവർക്കും ഈ അവസരത്തിൽ നേരുന്നു. ഇന്നു മുതൽ BJP പ്രസ്ഥാനത്തിൽ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.